ഹായ് നമസ്കാരം, എവർക്കും മണിസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടവ, അതായത് വർക്കല ഇടവയിലാണുള്ളത്. മാന്ത്ര ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അടിപൊളി ഒരു മിന്നാരമൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവരുടെയും ഒത്തൊരുമയോടെ നടക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഈ ഒരു ഇടവ പാലേക്കാവിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒത്തിരി ആർച്ചുകൾ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മുടെ ഇടവ മാന്ത്ര റോഡാണ്. നമ്മുടെ മൂന്ന് മൂലയിൽ നിന്ന് അകത്തോട്ട് വരുന്ന റോഡാണ്. അടിപൊളി ലൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ബാക്കിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റാണ്. നോക്കി, അടിപൊളി. എൻ്റെ കൂട്ടുകാരനാണ് ഡ്രൈവിങ്. നോക്കി, നീ നേരെ നോക്കി ഓടിക്കുക. എത്തിയെന്ന് കേട്ടാ, പൊളി. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് അടിപൊളി ഒരു മാതാവിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ. അടിപൊളി ഒരു മാതാവിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. നമ്മളിനി അടുത്ത് കാണാൻ പോണ അടിപൊളി വലിയ ആർച്ച് എന്ന് പോകണം. സെറ്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഇടവ ഗേറ്റിന്റെ മൂന്ന് മൂല ഭാഗത്തുള്ള ഗേറ്റിന്റെ അടുത്താണ് സെറ്റ് ചെയ്തത്. നോക്കാം. വേണം ആറാട്ടിനായിട്ട് സെറ്റ്. ഇടവ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളത്താണ്. അല്ല, കുറച്ച് കാര്യങ്ങൾ ആറാട്ടിനായിട്ടുള്ള അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചേക്കാണ്. 5 വിളാകം പ്രദേശം കഴിഞ്ഞ വർഷവും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അരയന്നത്തിൻ്റെ ഒരു ഫ്ലോട്ട് മാതിരി വന്നതാണ്. നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് വാദ്യമേളക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആറാട്ടിന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഇടവ പാലേക്കാവ് ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുടെ ഫ്ലോട്ടുകളും വരിയായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഉച്ചയ്ക്കാണ് ഏറ്റവും വലിയ ഉത്സവവും കെട്ടുകാഴ്ചകളായിട്ട് ഇറങ്ങുന്നത്. ഇതിപ്പോൾ ആറാട്ടിൻ്റെ ഘോഷയാത്രയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഇടവ ക്ഷേത്രത്തിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള റോഡാണ് നമ്മളെ മെയിൻ ജനതാമുക്കിലോട്ടുള്ള റോഡിലെ ലൈറ്റ് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. വലിയ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു സൈഡ് മുരുകനും അടുത്ത സൈഡിൽ ശിവനും. അടിപൊളിയായിട്ട് കണ്ട ഡോറൊക്കെ തുറന്ന് നരസിംഹം വെളിയിലോട്ട് വരുന്ന ഒരു കാഴ്ച. ഒറ്റ വീഡിയോ അല്ലേ. അടിപൊളി ഒരു ആർച്ചാണ് നമ്മുടെ വെൺകുളത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാനായിട്ട് ഒത്തിരി പേര് വന്ന് നിൽക്കുന്നു. വെറും ആർച്ചല്ല, ഡയലോഗ് ഉൾപ്പെടെയുള്ള ഒരു ആർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തത്.
നല്ല അടിപൊളി ആർച്ചാണ് നമ്മുടെ വെൺകുളത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറൊക്കെ തുറന്ന് നമ്മുടെ നഴ്സിംഗ് ഹോം അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആർച്ച് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ ഇടവ പാലക്കാവ് ഭഗവതിയുടെ ആറാട്ടിനായിട്ട് നമ്മുടെ മരക്കടമുക്ക്, അതായത് വെൺകുളം മരക്കടമുക്ക് ഭാഗത്തായിട്ട് ഒരുക്കി വെച്ചേക്കുന്ന അടിപൊളി പറ ഒരുക്കി വെച്ചേക്കണം. അമ്മയെ വരവേൽക്കാനായിട്ട് അടിപൊളി ഒരു പറയാണ് സൈഡിലായിട്ട് ഒരുക്കി, രണ്ട് സൈഡിലായിട്ട് ഒരുക്കി. അവിടെ അറിയാമല്ലോ. അല്ല, ശ്രീകൃഷ്ണനും ഗണപതി നല്ലൊരു ആർച്ചാണ് ഇവിടെ അല്ലേ. നമ്മളെ ഇടവ ഗവൺമെന്റ് സ്കൂളിനായിട്ട് അടുത്തായിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ആർച്ചിന്റെ മറ്റേ തലക്കിലാണ് നമ്മുടെ ആനയും നേരത്തെ ശ്രീരാമനെ കണ്ടത് അല്ലേ. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് ആറാട്ടിനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞു ശിവൻ നിൽക്കുന്ന അടിപൊളി കാഴ്ച തന്നെ. ഇത് ഇടവ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരുക്കാണ് നമ്മൾ ഈ കാണുന്ന ആറാട്ടനായിട്ടുള്ള. അവരുടെ തന്നെ ആർച്ചും ലൈറ്റുകളും അടിപൊളി ദൈവങ്ങളുടെ ആ ഒരു പ്ലേ ആണ് അവിടെ നടക്കുന്നത്. അതായത് അടിപൊളി വിഷ്വൽസ്, നല്ല കണ്ടു നിൽക്കാൻ പറ്റിയ അടിപൊളി വിഷ്വൽസാണ് നമ്മുടെ ഈ ഒരു ആർച്ചിനകത്ത് അവർ ഒരുക്കിയിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ആറാട്ടിൻ്റെ ഒരുക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഏകദേശം രാവിലെ 6 മണി 7 മണി വരെയൊക്കെയുള്ള ആറാട്ടാണ് ഇവിടെ നമ്മൾ നടന്നു വരുന്നത് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു വിളക്കുന്ന ആ ഒരു ടൈമിൽ പോലും ആൾക്കാർ വിളക്കം കത്തിച്ച് നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ലൈറ്റുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡുകൾ കംപ്ലീറ്റ് ലൈറ്റാണ്. അടിപൊളിയായിട്ടാണ് ആ ലൈറ്റുകളെല്ലാം കൂടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പറയുന്നത് രാത്രി ഒരു 1 മണി ടൈം ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ തിരക്കാണ് ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ ഇടവ ഗേറ്റിനടുത്തുള്ള ഓട്ടോ ചേട്ടന്മാരുടെ ആ ഭാഗത്ത് വെച്ചേക്കുന്ന നിലവിളക്കും പറയുവാണ്. നമ്മുടെ ദേവിയുടെ ആറാട്ടിനായിട്ട് അവരും നല്ല രീതിയിൽ തന്നെയാണ് പറ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും അവർ ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ ഇടവ ഗേറ്റിന് തൊട്ട് സൈഡിലായിട്ടാണ് ഈ ഒരു പറ നെല്ലും കതിരും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് വിളക്കൊക്കെ വെച്ച് സെറ്റായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇടവ SBI ബാങ്കിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ട് നമ്മുടെ മദേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പാലേക്കാവ് അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആർച്ചാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് കരിമ്പൻ ജ്യൂസും കുടിച്ചു വീണ്ടും യാത്ര തുടർന്നു. നേരെ നമ്മൾ പോകുന്നത് പാലേക്കാവ് ക്ഷേത്രത്തിന് ഫ്രണ്ടിലേക്കാണ്. അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത റോഡിൽ കൂടെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അതായത് കൃഷ്ണൻ രാധയും ഊഞ്ഞാലാടുന്ന ഒരു അടിപൊളി ഒരു ആർച്ച്. ആ ആർച്ചിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാണ്. കൃഷ്ണൻ രാധയും നല്ല രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സോങ്ങിൽ ഈ ഊഞ്ഞാലാടുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമ്മളൊക്കെ തേടിയെത്തിയിരിക്കുന്നു. അതേ കണക്ക് തന്നെ നമ്മുടെ ഖുറാൻ, പിന്നെ നമ്മുടെ പള്ളികളായിട്ടുള്ള ഇത് നല്ല പരിചയമുള്ള പള്ളിയാണ്. നിങ്ങളെവർക്കും മനസ്സിലായി കാണും. നമ്മൾ പെരുമാത്ര വഴി തിരുവനന്തപുരത്ത് പോകുമ്പം കാണാൻ സാധിക്കും ഈ ഒരു പള്ളിയെ. അതേ കണക്ക് തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ സമയത്ത് അവിടെ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു കാരണത്താലാണ് ഇവിടെ സീരിയൽ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇടവ പാലക്കാവ് ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മണിയൻസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് വയ്ക്കൂ. സൈനിങ് ഔട്ട്. യുദ്ധഭൂമിയിൽ പിതാവിന് കാവലുണ്ടാകണമെന്ന്, ഒപ്പം